എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാള മാധ്യമങ്ങളിൽ അധികം കാണാത്ത, അതായത് മാധ്യമങ്ങൾ മുക്കിയ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഡൽഹി നോയിഡയിൽ നിന്ന് ഒരു മുസ്ലിം തീവ്രവാദിയുടെ വധഭീഷണി, അതായത് ബിസ്മി ചൊല്ലി തലവെട്ടും, യോഗിയുടെ തലവെട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ, ഒറ്റ മാധ്യമങ്ങൾ ഈ വാർത്തയില്ല, ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്യാത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുസ്ലിം പ്രതിസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മാധ്യമങ്ങളും, കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത ചെയ്യില്ല. കാരണം ഇവിടുത്തെ മാധ്യമ ജഡ്ജിമാർക്ക്, അതായത് നമ്മൾ രാത്രി സന്ധ്യാസമയത്ത് ടി വി തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ചാനൽ ജഡ്ജിമാരുണ്ടല്ലോ, കോഡ് സൂട്ടൊക്കെ കിട്ടില്ലേ, അവന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരളത്തിലെ സുഡാപ്പികളാണ്. അപ്പോൾ അവർ ഇത്തരം വാർത്തകൾ, മുസ്ലിങ്ങൾ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു വാർത്തയും അവർ കൊടുക്കില്ല. അത് മുക്കുന്നു മാത്രമല്ല, ഇൻ കേസ് നിവർത്തികേട് കൊണ്ട് കൊടുക്കേണ്ടി വന്നാൽ തന്നെ അതിന് നല്ല പൗഡർ കിട്ടി, നല്ല പുട്ടിയൊക്കെ അടിച്ച്, നല്ല വെള്ള പൂശി, നല്ല വേറെ രീതിയിലായിരിക്കും അത് അവതരിപ്പിക്കുക. അതവിടെ കേട്ടെ. ഉത്തർപ്രദേശിലെ നോയിഡയിൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി ഇവിടെ വന്നൊരു തൊഴിലാളി, ഇവിടെ പണിയെടുക്കാൻ വന്നൊരു തൊഴിലാളി, അവൻ പറയാണ്, ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട്, ഒരു യൂട്യൂബ് ഓൺലൈൻ ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് പറയാണ്, യോഗിയെ ബിസ്മി ചൊല്ലി ഞങ്ങൾ കഴുത്ത് വെട്ടും. അതായത് ഇവന്മാരുടെ മെയിൻ പണിയാണല്ലോ ബിസ്മി ചൊല്ലി കഴുത്ത് വെട്ടുക. ഇതൊക്കെ ഇവന്മാരുടെ ഹലാല് പരിപാടിയാണല്ലോ. അപ്പോൾ അങ്ങനെ കൊല്ലുമെന്നാണ് പറയുന്നത്. അതിനാസ്പദമായ സംഭവം എന്താണ് ഞാൻ വിശദീകരിച്ച് തരാം. അടുത്ത വർഷം ഫെബ്രുവരി മാസത്തിൽ, 2025 ഫെബ്രുവരി മാസത്തിൽ ഡൽഹിയിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പോൾ ഈ ഇലക്ഷനോട് അനുബന്ധിച്ച് പല ഓൺലൈൻ ചാനലുകളും ന്യൂസ് പോർട്ടലുകളൊക്കെ ഈ ഡൽഹിയിൽ ഓരോ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ചിലപ്പം ഈ എക്സിറ്റ് പോൾ അങ്ങനത്തെ പരിപാടിക്കാവാം. പിന്നെ അതുകൂടാതെ ഈ സർക്കാരിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, നെക്സ്റ്റ് ആര് വരാനാണ് സാധ്യത, നിങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ആർക്കാണ് വോട്ട് കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ പുതിയ സർക്കാരിൽ നിന്ന് വരാമെന്ന സർക്കാരിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റ്സ് കിട്ടാൻ പോകുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു സർവേ ആയിരുന്നു. ആ സർവേ നോയിഡയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിൽ പോയിട്ട് ഇവർ ഒരു സർവേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്ന ഇല്ലീഗൽ മൈഗ്രൻസ് ലേബേഴ്സാണ് അവർ. അപ്പോൾ അവരുടെ ഇടയിലാണ് ഇത് ചോദിച്ചു പോകുന്നത്. അവർക്ക് ഇവിടെ വോട്ട് ഉണ്ടോ എന്ന് പോലും അറിയില്ല. അതായത് ബംഗ്ലാദേശിൽ നിന്ന് നേരെ ബംഗാളിൽ വന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പാസ്പോർട്ടും ആധാർ കാർഡും പാൻ കാർഡും അങ്ങനെ സകലമായ ഡോക്യുമെൻറ്റ്സും, ഇന്ത്യൻ ഐഡൻറ്റിറ്റി തെളിയിക്കാനുള്ള സകലമായ ഡോക്യുമെൻറ്റ്സും ഉണ്ടാക്കി കൊടുക്കാനുള്ള റാക്കറ്റ് തന്നെ ബംഗാളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മമതാ ബാനർജിയുടെ, അതായത് TMC ഗുണ്ടകൾ, അവിടെയുള്ള മുമ്പ് CPM ഉണ്ടായിരുന്ന ആ മുസ്ലിം ഗുണ്ടകൾ, മുസ്ലിം ഭീകരവാദികൾ ഇപ്പോൾ നേരെ ചെക്കറിയിരിക്കുന്നത് TMCയിലാണ്. മമതാ ബാനർജിയുടെ അണ്ടറിലാണ് ഇപ്പോൾ അവർ തടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു റാക്കറ്റ് തന്നെയുണ്ട്. ഇങ്ങനെ നുഴഞ്ഞ് കയറി വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ആധാർ കാർഡ്, പാസ്പോർട്ട്, പാൻ കാർഡ് എല്ലാം എടുത്തു കൊടുക്കും അവർ. അപ്പോൾ അവരെടുത്തിട്ട് പല കേന്ദ്രങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലേക്കും വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. അതായത് മുമ്പ് സാക്കിർ നായിക് ഉണ്ടല്ലോ, നമ്മുടെ ഭൂലോക സുഡാപ്പി, അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുസ്ലിങ്ങൾക്ക് ഏറ്റവും സന്തോഷമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്, ഇന്ത്യയിലെ സ്റ്റേറ്റ് കേരളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും അവിടേക്ക് പോകണമെന്നൊരു ആഹ്വാനം ഈ സാക്കിർ നായിക് കുറച്ച് വർഷം മുമ്പേ, 1-2 വർഷം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കുറേ ഇവിടെ കാണുന്ന, ഇന്ന് കേരളത്തിൽ കാണുന്ന പല ബംഗാളികൾ എന്ന് പറയുന്നവന്മാർ ശരിക്കും ബംഗാളികളല്ല, അവർ ഇന്ത്യൻസ് അല്ല, അവർ ബംഗ്ലാദേശികളാണ്. അവിടുന്ന് നുഴഞ്ഞ് കയറി ഇവിടത്തോട്ട് വന്നിട്ട് ഇവിടുന്ന് പാസ്പോർട്ട്, ആധാർ കാർഡ്, എല്ലാ സകലമായ ഡീറ്റെയിൽസും ഉണ്ടാക്കിയെടുത്തിട്ട് ശരിക്കും ആ പെരുമ്പാവൂരൊക്കെ ശരിക്കും അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ അറിയാം അവിടെ ബംഗാളികളാണോ, ബംഗ്ലാദേശികളാണോ, അല്ല പാകിസ്ഥാൻകാരാണോ എന്ന് അന്വേഷിച്ചാൽ അറിയാം. ശരിക്കും ഇവിടുത്തെ സർക്കാരിന് നട്ടലുണ്ടെങ്കിൽ ഇവന്മാരുടെ ഇടയിലൊരു സെൻസസോ ശരിക്കും ഒരു വെരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഇങ്ങ് പോരും. പക്ഷേ സർക്കാർ ഒരിക്കലും ചെയ്യില്ല. അത് സർക്കാരിൻ്റെ മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു കാര്യങ്ങളും സർക്കാർ ചെയ്യില്ല. അവർക്ക് ഫേവറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ. ഇൻ കേസ് വന്നാൽ തന്നെയും അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ മാത്രമേ സർക്കാർ ചെയ്യൂ. നമുക്കറിയാലോ, അവരെയൊക്കെ വിളിക്കുന്ന അതിഥി തൊഴിലാളികൾ എന്നാണ്. അതായത് ഇവിടുന്ന് കയറി വരുന്നവന്മാർക്ക് ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ കണ്ടാണ്, അവർക്ക് TV, ഫുഡ്, അത് ഇത് മറ്റേതെല്ലാം ഈ സർക്കാർ കൊണ്ടുവിടുന്നത്. എന്തിൻ്റെ ആവശ്യമാണ് ഈ ജിഹാദികളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി? അപ്പോൾ ഇവൻ ഈ ഡൽഹി നോയിഡയിൽ യോഗിക്കെതിരെ വധഭീഷണി മുഴക്കിയ ഈ ജിഹാദി എന്നിട്ട് അങ്ങനെയുള്ള ഒരു ചാനലിൻ്റെ മുന്നിൽ വന്നിട്ട് ഇവൻ പറയാണ്, അതായത് ഇങ്ങനെ യോഗിയുടെ തല ബിസ്മി ചൊല്ലി വെട്ടും എന്നൊക്കെ. അതായത് അത് പറയാൻ അവന് ഒരുപാട്, അവനെ പറയാൻ പ്രേരിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൻ ഏറ്റവും കൂടുതൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്, യോഗി ആദിത്യനാഥ് മുസ്ലിം പള്ളി പൊളിച്ച് അവിടെ ഒരു അമ്പലം പണിതു, അതാണ് അവനെ ഏറ്റവും പ്രകോപിപ്പിച്ചത്. പിന്നെ അത് മാത്രമല്ല, അവിടുത്തെ മോസ്കുകളൊക്കെ പൊളിച്ചു കളയുന്നു, അനധികൃതമായ മോസ്കുകളൊക്കെ പൊളിച്ചു കളയുന്നു. പിന്നെ ഈ ഖബർസ്ഥാൻ പൊളിച്ചു കളയുന്നു. മുസ്ലിങ്ങൾ നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു. അതായത് മദ്രസകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, മദ്രസകൾ മതപഠനം അനുവദിക്കുന്നില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവൻ ഈ ചാനലിൻ്റെ മുന്നിൽ ഒന്ന് പറയാട്ടോ. ഒന്ന് ആലോചിച്ച്, ബംഗ്ലാദേശിൽ വന്ന ഒരു പണിക്കാരനാണ്, ബംഗ്ലാദേശിൽ നിന്ന് ഇവിടെ പണിയെടുക്കുന്ന ഒരു പണിക്കാരനാണ്. ഇവിടുത്തെ രാഷ്ട്രീയം ഇതൊക്കെ കറക്റ്റായി പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ അവൻ്റെ ഉദ്ദേശം ഇവിടെ വന്ന് പണിയെടുക്കലല്ല, വേറെന്തോ ആണ് അവൻ്റെ ഉദ്ദേശം.
ഇവരൊക്കെ പിടിച്ച് മര്യാദയ്ക്ക് ചോദ്യം ചെയ്ത് ശരിക്കും സത്യം പുറത്തു വരും. അപ്പോൾ തന്നെ യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് അവിടെ എത്തുക, അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. അവൻ്റെ കയ്യിൽ ഈ കാശ്മീരില്ലാത്ത മാപ്പ്, ഒരു പിസ്റ്റൾ, പിന്നെ കുറേ ഓരോ റൈഡ്സില്ലേ, ഓരോ രാജ്യങ്ങളിൽ നിന്ന് റൈഡ്സിൻ്റെ പിക്ചേഴ്സൊക്കെ, നല്ല നല്ല പിക്ചേഴ്സൊക്കെ പിടിച്ചെടുത്തു. അതൊക്കെ എന്ന് വെച്ചാൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് അവിടെയുള്ള താമസിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിൽ വർഗീയത കുത്തി നിറക്കുക, അവരെ ശരിക്കും തീവ്രവാദികളാക്കി മാറ്റുക. ഇതൊക്കെയാണ് അവൻ്റെ ഉദ്ദേശം. ശരിക്കും നമ്മൾ കണ്ടില്ല ഈ CAA സമയത്തൊക്കെ പെട്ടെന്ന് ഈ ഷഹീൻ ബാഗിലും ഡൽഹിയിൽ അവിടെ ഇവിടെയൊക്കെ നോയിഡയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ കുറേ ഡൽഹി നോയിഡ ഏരിയയിലൊക്കെ ഇങ്ങനെ താമസിക്കുന്നുണ്ട്, ഇങ്ങനെ ടെൻ്റൊക്കെ കെട്ടിയിടും. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതാണ് ഈ ഷഹീൻ ബാഗിലൊക്കെ ഈ CAA സമരത്തൊക്കെ പെട്ടെന്ന് ആൾക്കാർ കൊണ്ടുവരുന്നത് ഇങ്ങനെയുള്ള എക്സ്ട്രീമിസ്റ്റുകളാണ്. ഇവന്മാരെ പെട്ടെന്ന് ഇതാക്കുക. ഇവന്മാരെ തലയിലും അതാണല്ലോ, ഇവന്മാരെ ചിന്തിക്കുന്നത് മറ്റേതുകൊണ്ടാണല്ലോ, തലച്ചോറുകൊണ്ടല്ലോ ചിന്തിക്കുക, അതായത് മറ്റേതുകൊണ്ട് ലിംഗം കൊണ്ടാണ് ഇവന്മാരെ ചിന്തിക്കുക. അപ്പോൾ ഇവന്മാരെ പെട്ടെന്ന് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ സംഭവം ഉടനെ തന്നെ UP പോലീസ് വരികയും തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. കൊണ്ടുപോയതിനു ശേഷം ശരിക്കും മനസ്സിലായി ഇവനെ അൽഖ്വയ്ദ അങ്ങനെയുള്ള ടെററിസ്റ്റ് ഔട്ട്ഫിറ്റുകളിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ടാണ്, ട്രെയിൻഡ് തീവ്രവാദിയാണ്. ശരിക്കും അടുത്ത 2 ദിവസങ്ങളിൽ ഒരു വാർത്ത വരും, അതായത് എൻകൗണ്ടറിൽ അവൻ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത വരാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും അത് തന്നെയാണ് വേണ്ടി. ഇവനൊക്കെ എന്തിനാണ് തീറ്റിപ്പോട്ടുന്നത്? ഇതേ അജ്മൽ കസമൊക്കെ ഉണ്ടല്ലേ, അവന് തൂക്കിലേറ്റുന്ന കുറച്ച് ദിവസം മുന്നേ ഏകദേശം അവന് വേണ്ടി ചിലവായ തുക ഏകദേശം 100 കോടിക്കടുത്താണ്. 100 കോടിക്കടുത്താണ് വെച്ചാൽ അവൻ്റെ സെക്യൂരിറ്റി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ചിലവായി. എന്തിനാണ് ഒരു ജിഹാദിയെ തീറ്റിപ്പോട്ടേണ്ട ആവശ്യം ഭാരതത്തിന്? നമ്മളടക്കുന്ന ടാക്സ് ഉപയോഗിച്ചിട്ടാണ് ഇവനൊക്കെ തീറ്റിപ്പോട്ടുന്നത്. കണ്ടില്ല ഗോവിന്ദസ്വാമിയൊക്കെ സൗമ്യവധ കേസിൽ നേരെ ജയിലിൽ പോകുമ്പോൾ ഒരു എല്ലും തോലുമായിട്ടാണ് ജയിലിൽ പോയത്. തിരിച്ചു വരുമ്പോൾ കണ്ടില്ല സുന്ദരകുട്ടപ്പനായിട്ട് നല്ല ഇതായിട്ട് വെടിപ്പായിട്ട് പുറത്തോട്ട് വന്നു. അതായത് ജയിലിൽ അത്രയും സൗകര്യങ്ങളുണ്ട്, അങ്ങനെ തീറ്റിപ്പോട്ടേണ്ട ആവശ്യമില്ല. യോഗി ചെയ്യുന്നതാണ് ശരി. എൻകൗണ്ടറിൽ തീർക്കുക ഇത്ര ആൾക്കാരെ, ചോദ്യം ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് ഒക്കെ പിടിച്ചെടുക്കുക, പിന്നെ അവൻ വേസ്റ്റാണ്, തീർത്ത് കളയുക. അത്രയും ലോന്മാർക്കൊക്കെ അത്ര വില മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ നാളെ ഇവന് വേണ്ടി മനുഷ്യാവകാശ പ്രവർത്തകർ വരും, അങ്ങനെ ആക്ടിവിസ്റ്റുകൾ വരും. കണ്ടില്ലേ മറ്റേ ഗോവിന്ദസ്വാമിക്കൊക്കെ വേണ്ടി സുപ്രീം കോടതിയിൽ ഒരു വലിയ ലക്ഷങ്ങൾ വാങ്ങുന്ന വക്കീൽമാർ വന്നിരുന്നു. അപ്പോൾ അതുമാതിരി ഇങ്ങനെ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ആൾക്കാർ പൈസ ഇറക്കി എന്താ പറയുക, വലിയ അഡ്വക്കേറ്റ്സ് ആയിട്ട് വരും. അത്രയും ജിഹാദി ഫണ്ട് വരും, ജിഹാദിയുടെ ഫണ്ട് ഇറക്കും. അപ്പോൾ ബെറ്റർ എന്ന് വെച്ചാൽ തീർത്ത് കളയുക. അപ്പോൾ ബിസ്മി ചൊല്ലി തലവെട്ടെന്ന് പറഞ്ഞാൽ ഇവനെ അടുത്ത് തന്നെ എൻകൗണ്ടറിൽ തീർക്കാനുള്ള സകലമായ സാധ്യതകളുണ്ട്. അടുത്ത ദിവസം അതിന് നല്ലൊരു വാർത്ത പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.